ഹായ് മക്കളെ, അപ്പോൾ ആ ക്രിസ്മസ് എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് പ്രിപ്പറേഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? മക്കളെല്ലാവരും പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അക്കൗണ്ടൻസിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സിലബസ് നോക്കുമ്പോൾ ഈ ഒരു 4 ചാപ്റ്ററുകളാണ് ക്രിസ്മസിന് വേണ്ടി അക്കൗണ്ടൻസിയിൽ മക്കൾക്ക് പഠിക്കേണ്ടത്. ഇതിന് മുൻപുള്ള 3 ചാപ്റ്ററുകൾ നമ്മൾ ഓണം എക്സാമിന് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2, അതുപോലെ തന്നെ 5ാമത്തെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, ദെൻ 6ാമത്തെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, 7ാമത്തതും ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ്സും. ഓക്കെ, ഈ 4 ചാപ്റ്ററുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ +1 അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്താണ് കണക്റ്റഡ് അല്ല. ഓക്കെ, ഓരോ ചാപ്റ്ററുകളും എന്താണ് സെപ്പറേറ്റ് ആണ്. അതായത് ഇപ്പോൾ എന്താണ് നമ്മളൊരു ആദ്യത്തെ ചാപ്റ്റർ ആദ്യത്തെ ഒരു 2-3 ചാപ്റ്ററുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഈ 4ാമത്തെ ചാപ്റ്ററുകൾ മുതൽ നിങ്ങൾക്ക് എന്താണ് കണക്റ്റഡ് ആയിട്ടല്ല വരുന്നത്. അതായത് എന്താ നിങ്ങൾക്ക് ഈ ഒരു റെക്ടിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ 2 പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സുഖമായിട്ട് പഠിക്കാം? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ പറ്റും. ഇനി ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ എന്താണ് കണക്റ്റഡ് ആയിട്ടല്ല വരുന്നത്. സോ അത് നിങ്ങൾക്ക് നന്നായിട്ട് എന്താണ് ഉപകാരമാകുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ 4 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഇതുവരെ നിങ്ങൾ എങ്ങനെ പഠിച്ചു പോയി അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് വിടാം. കാരണം ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഈ ഒരു 4 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും, ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു പോയിന്റിൽ നിന്നും അക്കൗണ്ടൻസി പഠിച്ചു തുടങ്ങാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അതായത് 4ാമത്തെ ചാപ്റ്ററുകൾ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2, അതുപോലെ തന്നെ എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ. നമ്മൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ ബാച്ചിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് എന്താണ് നമ്മളെന്താണ് ഒന്നുമില്ലെങ്കിൽ കൂടി, അക്കൗണ്ടൻസിയിൽ ഒരു കാര്യം ഓർമ്മയില്ലെങ്കിൽ കൂടി നമുക്ക് എന്താക്കാം, ഈ ഒരു ക്ലാസ് അടിപൊളിയായിട്ട് ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും. സോ ഈ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ ഈ ഒരു സിലബസിലുണ്ട്. ഈ 4 ചാപ്റ്ററുകളിലുണ്ട്. ക്രിസ്മസ് എക്സാമിൻ്റെ ഈ 4 ചാപ്റ്ററുകളുണ്ട്. ഓണം എക്സാമിൻ്റെ പക്ഷേ എങ്ങനെയല്ലായിരുന്നു, ആദ്യത്തെ 2-3 ചാപ്റ്ററുകൾ കണക്റ്റഡ് ആണ്. നിങ്ങൾ ആ ഒരു ബേസിക് പഠിക്കണം, അതിനനുസരിച്ച് വേണം ഫോളോ ചെയ്ത് പോരാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഓണം എക്സാമിന് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ക്രിസ്മസ് എക്സാമിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ 4 ചാപ്റ്ററുകളും കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സുഖമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇനിയുള്ള ടൈം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാച്ചിൽ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലൈവ് ക്ലാസ്സിലൂടെ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷമുള്ളത് ഈ 3 ചാപ്റ്ററുകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. സോ ഇപ്പോഴും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാതെ ഈ ഒരു പോയിന്റിൽ നിന്ന് നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ, ഓക്കെ, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് റെഡി ആയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഈ പോർഷൻസ് ഒക്കെ മക്കൾക്ക് ഇനിയുള്ള പോർഷൻസ് ഈ 3 ചാപ്റ്ററുകളും അടിപൊളിയായിട്ട് മക്കൾക്ക് നാളെ മുതൽ കിട്ടും. ലൈവായിട്ട് നമ്മൾ ക്ലാസ് എടുക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഇതിന് മുൻപ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഓണം എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോ ചാപ്റ്ററുകൾക്കും വീണ്ടും റിവിഷനും ക്വസ്റ്റ്യൻ സെഷനും ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് മിസ്സാക്കണ്ട. കാരണം ഇത് ഈ ഒരു ടൈം വൈകിട്ടില്ല. ഓക്കെ, അതായത് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെയാണ് സാധാ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററുകളൊന്നും കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇനി പഠിക്കുമ്പോൾ ഉണ്ടാകുകയില്ല. അതാണ് ഇവിടെ ഇപ്പോഴത്തെ മെയിൻ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പഠിച്ച് മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട് എന്നത് മറക്കാതിരിക്കുക. അപ്പോൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തോ. നമ്മൾ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെ പിടിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല. കാരണം അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓഫർ പ്രൈസിൽ 3799 നമുക്ക് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓഫർ മിസ്സാക്കണ്ട, ഈ കാര്യം മറക്കണ്ട. പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? അപ്പം മറക്കണ്ട. ബൈ.